ഗുഡ് ഈവനിങ് ഓൾ. ഓഡിബിൾ ആണോ? ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു MLT അക്കാഡമി. നിങ്ങൾക്ക് ഇത് ഓഡിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യാം. യെസ്, ഓഡിബിൾ ആണ്. അപ്പോ നിങ്ങൾ എല്ലാവരും തന്നെ പല പല ഗ്രൂപ്പുകളിലുള്ളവരാണ്. അപ്പോ ഓഡിബിൾ അല്ലേ? ഓഡിബിൾ അല്ലെന്ന് ഓക്കെ, ഐ ബിലീവ് ഇറ്റ് ഈസ് ഓഡിബിൾ ടു എവരി വൺ. സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അവർക്കെല്ലാം ഓഡിബിൾ ആണ്. അപ്പോ നമുക്കറിയാം MLT അക്കാഡമി ഒന്നൊരു യൂട്യൂബ് ചാനൽ നമുക്കുണ്ടായിരുന്നു. അപ്പൊ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ MLT അക്കാഡമി പറ്റിയും കൂടി പറയണമല്ലോ. കുറച്ച് പേരെങ്കിലും അതിനെപ്പറ്റി കേട്ടിട്ടുള്ളവരായിരിക്കാം, കേട്ടിട്ടില്ലാത്തവരായിരിക്കാം. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ MSc MLTയും മറ്റുമുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ MLT അക്കാഡമി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. അപ്പൊ അതിന്റെ ഒരു ലോഞ്ച് ഇൻ ടു ഡയറക്ട് PSC കോച്ചിങ്. അപ്പൊ നമ്മുടെ ഈ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അതിന്റെ താഴെ ഇങ്ങനെ വരും, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് PSC കോച്ചിങ് ചെയ്തുകൂടെ എന്നുള്ളത്. ഇടയ്ക്ക് വെച്ച് നമുക്ക് ആ ഒരു യൂട്യൂബ് ചാനലിലേക്കുള്ള വീഡിയോസിന്റെ ഒഴുക്ക് കുറഞ്ഞു തുടങ്ങി. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ആദ്യമായിട്ട് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് MLT അക്കാഡമി വഴി ഇപ്പോൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 250 മുകളിൽ 300 അടുപ്പിച്ചു സ്റ്റുഡൻസ് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ ഞങ്ങൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള, ആരോഗ്യ വകുപ്പിലേക്കുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. അപ്പൊ നിങ്ങൾ തോന്നുന്നു അത് വിളിച്ചിട്ടില്ലല്ലോ. തീർച്ചയായിട്ടും അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. മാത്രവുമല്ല, അതിലെ പല ലിസ്റ്റുകളും തീരാറായതാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ടൈമിൽ. പക്ഷെ അത് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് അപ് ടു ബിക്കോസ് ഓഫ് ഗവൺമെന്റ് ഡിസിഷൻ. അത് നമ്മളത് ഡിസംബർ 31 വരെ അപ്പൊ അത് നീട്ടി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം ഈ ഡെങ്കു, എലിപ്പനി, ഇതെല്ലാം ഇങ്ങനെ ഷിഗല്ല തുടങ്ങിയ രോഗങ്ങൾ ഇങ്ങനെ കൂടി വരുന്നത് കൊണ്ട് നമ്മുടെ സിസ്റ്റം, നഴ്സിംഗ്, ബാക്കി പാരാമെഡിക്കൽ വിഭാഗങ്ങൾ, ഇവയിലേക്കുള്ള നിയമനങ്ങൾ അങ്ങനെ ഡിലേ ആക്കി വെക്കാനായിട്ട് പറ്റുകയില്ല. ഒരു ലിസ്റ്റ് സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു ലിസ്റ്റ് തീരുമ്പോൾ അവിടെ അടുത്ത ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ലിസ്റ്റ് തീരുന്നതിന് 6 മാസം മുമ്പെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് ഈ 6 മുതൽ 8 മാസത്തിനുള്ളിൽ അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് ഒരു പുതിയ ലിസ്റ്റ് വരണം എന്നുള്ളതാണ് അതിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള നിയമം. പലപ്പോഴും ആ സ്ട്രിക്റ്റ് പരിപാടി നഴ്സിംഗിനാണ് യൂഷ്വലി വയ്ക്കുന്നത്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, ഇപ്പം എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 2018 വർഷങ്ങൾക്ക് ശേഷം DHS DME എക്സാമിനേഷൻ വരുന്നത്. 2018. അതിനുശേഷം ഇപ്പൊ 2 DHS എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്നു. 2021 ഒരെണ്ണം കഴിഞ്ഞു. ഇപ്പൊ ഒരെണ്ണം, സോറി, 2 കഴിഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 6 വർഷത്തിനിടയ്ക്ക് നമുക്ക് 2 PSC എക്സാം, അതായത് കൃത്യം 3 വർഷം ഇടവേളകൾ, അതായത് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുടെ 3 വർഷം ഇടവേളകളിൽ കൃത്യമായിട്ട് DHSന്റെ എക്സാമിനേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പോസിബിലിറ്റിയിലാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ ലിസ്റ്റാണ് ഏറ്റവും അവസാനമായിട്ട് വന്നത് 2027 ഡിസംബറിൽ. അപ്പോ എല്ലാത്തിനും കൂടി ആയിട്ട് ഉറപ്പായിട്ടും 2027 ഡിസംബറിനുള്ളിൽ എക്സാം നടന്നിരിക്കും. നോട്ട് അബൌട്ട് നോട്ടിഫിക്കേഷൻ, 2027 ഡിസംബറിനുള്ളിൽ എക്സാം നടന്ന് അതിന്റെ റിസൾട്ടോളം ഏകദേശം 2028 ആദ്യമെങ്കിലും വന്നിരിക്കും. ആ ഒരു രീതിക്കായിരിക്കും പോവുക. അപ്പൊ അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇയർ അവസാനമോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമോ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കും. മിക്കവാറും ഈ വർഷം അവസാനത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. എന്നാലേ അടുത്ത വർഷം എക്സാം നടത്താനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നേരത്തെ തുടങ്ങണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾ പലരും തന്നെ ഒരു തവണയെങ്കിലും ഡീസന്റ് എക്സാം അറ്റൻഡ് ചെയ്തവരായിരിക്കും. ചിലരൊന്നും PSC എക്സാം അറ്റൻഡ് ചെയ്യാത്തവരായിരിക്കും. ഇറ്റ്സ് എ വാസ്റ്റ് സിലബസ്, ഒരു നീണ്ട സിലബസ് ആണ്. ഒരു കുഞ്ഞു സമയം കൊണ്ട് മാത്രം അത് പഠിച്ചെടുക്കാൻ കഴിയുന്നതല്ല. കാരണം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഏകദേശം 40 അടുപ്പിച്ച് മൊഡ്യൂളുകൾ അതിനകത്തുണ്ട്. ബയോകെമിസ്ട്രി മാത്രം വളരെ സെപ്പറേറ്റഡ് ആയിട്ട് 30 മൊഡ്യൂൾ. ബാക്കിയുള്ള പത്തോളജിയും ബയോകെമിസ്ട്രിയും 6 മൊഡ്യൂളുകൾ ആണെങ്കിൽ പോലും എല്ലാം കൂടി 10-50 അടുപ്പിച്ചെങ്കിലും മൊഡ്യൂളുകൾ കാണും. പക്ഷെ അത് വലിയൊരു സംഭവമാണ്. നമ്മൾ ഈ പറയുന്ന പോലെ അപ്പൊ അതിന്റെ ബേസിസ് ആയിട്ട് അവർ DMLT സിലബസ് ആണ് പറയുന്നതെങ്കിലും BSc MLT സിലബസ് ആണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ആവശ്യമുണ്ടോ എന്നുള്ളത്, കാരണം അത് DMLT സിലബസ് പരിഷ്കരിക്കാത്തത് കൊണ്ടും ഈ ഒരു വിഷയം വരാം. പക്ഷെ എനിവേ, ഇത്തരത്തിലുള്ള വലിയൊരു സിലബസ്, ആ സിലബസ് നമുക്ക് ഒരു കാലത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1-2 മാസം കൊണ്ട് പോലും അത് പഠിച്ചെടുക്കാൻ കഴിയുകയില്ല. നമുക്ക് മിനിമം ഒരു വർഷമെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു വർഷമെങ്കിലും വേണം ആ സിലബസ് കൃത്യമായ രീതിയിൽ പഠിച്ചെടുക്കാനായി. അപ്പോ പല കോച്ചിങ് സെന്ററുകളിലും ഇത്തരത്തിൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും
ഈ ഒരു വർഷമൊക്കെയാണ് മാക്സിമം പറയുന്നത്. അതിനപ്പുറത്തേക്ക് അപ് ടു ദി എക്സാം, ടിൽ ടു ദി എക്സാം, ടു ദി എക്സാം ക്ലാസ്സുകളും റിവിഷനുകളും കൊടുക്കുക എന്നുള്ളതാണ് MLT അക്കാഡമി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്കല്ലാതെ ഞാനിപ്പോൾ 1.5 വർഷത്തേക്കാണ് ഈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഉപയോഗം ഉണ്ടാവില്ല. അപ് ടു ദി എക്സാം നമ്മൾ കോഴ്സ് നടത്തുക. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പർപ്പസ് ഓഫ് MLT അക്കാഡമി. കാരണം ഈ 1.5 വർഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് എക്സാം എങ്കിൽ 3 മാസം നമ്മൾ വെറുതെ ഇരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അപ് ടു ദി എക്സാം നമ്മൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുക, റിവിഷൻസ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എക്സാം, ഇത്രയും വലിയൊരു സിലബസ് വരുന്ന എക്സാമിൽ ക്വാളിഫിക്കേഷൻ DMLT ആണെങ്കിലും അതിനകത്ത് എഴുതുന്നതും DMLT-ക്കാർ എഴുതും, BSc MLT-ക്കാർ എഴുതും, MSc MLT-ക്കാർ എഴുതും. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു കോമ്പറ്റീഷൻ ആണ് വരുന്നത്. അപ്പൊ എന്റെ ഒരു അറിവിൽ ഞാൻ ഒരുപാട് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നല്ല രീതിയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട്. DMLT ആയാലും MSc ദേ ആർ ഹൈലി കോമ്പറ്റീറ്റീവ് ഇനഫ്. ഏതൊരു ക്വാളിഫിക്കേഷൻ അല്ല വിജയത്തിന് ആധാരം. എങ്ങനെയാണോ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫോർ എ പർട്ടിക്കുലർ എക്സാം, ബിക്കോസ് നമുക്കൊരു സിലബസ് ഉണ്ട്, അതിന്റെ ആധാരത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പ്രിപ്പറേഷനാണ് നമ്മുടെ വിജയത്തിന്റെ അടിത്തറ എന്ന് അവര് തന്നെ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. 1ാം റാങ്ക് വരെ നേടിയിട്ടുണ്ട് പലരും. അപ്പോ ആ ഒരു ഇന്റൻസീവ് കോച്ചിങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മറ്റൊരു അഡ്വാൻറ്റേജ് നമ്മളിപ്പോൾ ഞാൻ പറയാൻ എന്തൊക്കെയാണെന്നുള്ളത്, കാരണം ഇത് ഫസ്റ്റ് വെബിനാർ ആയതുകൊണ്ട് കുറച്ച് പേർക്കെങ്കിലും സംശയം ഉണ്ടാവും. രണ്ടാമത്തത്, ഈ MLT അക്കാഡമിയിൽ നിങ്ങൾക്ക് അധ്യാപകരുമായിട്ട് ഫ്രീ ആയിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻസ് ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഉണ്ടാവണമെന്നില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. ഒരു ഗ്രൂപ്പിൽ തന്നെ നമുക്കൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അധ്യാപകരായിരിക്കില്ല നിങ്ങളോട് സംവദിക്കുന്നത്, നിങ്ങളോട് പറഞ്ഞു തരികയും ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അധ്യാപകർ നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയുള്ള രീതി, കാരണം മിസ്യൂസ് ചെയ്യാതെ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുള്ളും എഫക്റ്റീവും ആയിരിക്കും അത്. കാരണം നമുക്കൊരു പർട്ടിക്കുലർ ഏരിയ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു ക്ലിയറിംഗ്സ് വരികയാണെങ്കിൽ, ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2-3 മണിക്കൂറിനുള്ളിൽ ക്ലിയറിംഗ്സ് വരികയാണെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഒരു തവണയെങ്കിലും അങ്ങനെ ആഗ്രഹിച്ചാൽ ഇതിന്റെ ഒരു കുറച്ചുകൂടി കൺസെപ്റ്റ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത്. മൂന്നാമത് നമ്മുടെ ഇത്തരത്തിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത്. പിന്നെ ഫീസിന്റെ കേസ്, പലയിടങ്ങളിലും 1.5 വർഷത്തേക്ക് 65,000-75,000 ഫീസ് ഉള്ളവരുണ്ട്, 10,000 രൂപ ഫീസ് ഉള്ളവരുണ്ട്. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ 65,000-75,000 നമ്മൾ ഇവിടെ വാങ്ങിക്കുന്നില്ല. സോ വളരെ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ ആ ഒരു തന്നിരിക്കുന്ന ആ ഒരു ആഡിൽ പറയുന്ന പോലെ 8,999 നിങ്ങൾ ഒറ്റ തവണ പേ ചെയ്യുകയാണെങ്കിൽ അത്രയും രൂപ മാത്രം നിങ്ങൾ മുടക്കിയാൽ മതി. അതല്ല, നിങ്ങൾ MLT അക്കാഡമിയിൽ ജൂനിയർ ലാബ് അസിസ്റ്റന്റിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും ഡിസ്കൗണ്ട് കിട്ടും. ബിക്കോസ് ഓഫ് അവർക്ക് ഓൾറെഡി നിങ്ങൾ 2,000-3,000 രൂപ മുടക്കിയത് കൊണ്ട് നിങ്ങൾക്ക് 7,000 രൂപ അല്ലെങ്കിൽ ഒറ്റത്തവണ പേയ്മെന്റ് ആണെങ്കിൽ 6,500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ചേരാനായിട്ട് കഴിയും. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമോ എന്നാണ് റിയൽമി, പേര് നമുക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വർഷം വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്, ഹൈ ഓഫ് പ്രോബബിലിറ്റി. നമ്മൾ എന്തുകൊണ്ട് പലരും ചോദിച്ചു, വളരെ നേരത്തെ നമുക്ക് തുടങ്ങിക്കൂടിയെന്ന്. വളരെ നേരത്തെ തുടങ്ങിയാൽ 2-2.5 വർഷം നമ്മൾ വെറുതെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ പെട്ടെന്ന് തീർന്നു. അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായ രീതിയിൽ നോട്ടിഫിക്കേഷൻസ് ഉടനെ വരും. അപ്പൊ അതിനോടൊപ്പം നമുക്ക് ചേർന്ന് പഠിക്കും. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു മിനി വെബിനാർ സീരീസ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള 14 ദിവസമുണ്ട്. അതായത് 15-ാം തീയതി, ജൂലൈ 15-ാം തീയതിയാണ് നമ്മുടെ ക്ലാസ്. ഇതിനകം 75-ലധികം. ഇപ്പൊ ഓഡിബിൾ ആണോ? ഇടയ്ക്ക് വെച്ച് ഇന്റർനെറ്റ് അൺസ്റ്റേബിൾ ആകുന്നുണ്ട്. ഇപ്പൊ ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഓഡിബിൾ അല്ലേ? ഇപ്പൊ ഓഡിബിൾ അല്ലേ? യെസ്. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് എടുക്കുന്നത്. ആ ഓൺലൈൻ ക്ലാസ്സുകളിൽ ലൈവ് ആയിരിക്കും ആദ്യം വരിക. ആ ലൈവ് ക്ലാസ്സിൽ റെക്കോർഡും ആയിരിക്കും. അത് ആ ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് ആയിരിക്കും. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാം. ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും. ദാറ്റ്സ് ലൈക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ നമുക്ക് അറിയാലോ, പല അക്കാഡമീസ് ഉണ്ട്, സൈലം, എൻട്രി, അതുപോലെ നമുക്കൊരു ആപ്പ് ഉണ്ടാവും നമ്മുടെ MLT അക്കാഡമിയുടെ. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അത് നിങ്ങളുടെ ഫോണിലിട്ടേക്ക്. അപ്പൊ ഫോൺ ത്രൂ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഇതും സൂമും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലാസ്സുകൾ ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ മന്ത്ലി ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ പലയിടങ്ങളിൽ വർക്ക് ചെയ്തിട്ട് പറയാണ്, മന്ത്ലി ടെസ്റ്റുകൾ, പലയിടങ്ങളിലും മന്ത്ലി ടെസ്റ്റുകളും മോക്ക് എക്സാമുകളും കുറവാണ്. എന്നാൽ ഇവിടെ MLT അക്കാഡമി, ബിക്കോസ് MLT അക്കാഡമി വി ആർ ദി ഡിസിഷൻ മേക്കേഴ്സ്. നമുക്ക് മുകളിൽ ആരുമില്ല, ഞങ്ങൾ തന്നെയാണ് അധ്യാപകർ
തന്നെയാണ്, കൂട്ടം ചേർന്ന് തന്നെയാണ് ഡിസിഷൻസ് എടുക്കുന്നത്. സോ വി വിൽ ഗീവ് യു പ്രോപ്പർ എക്സാമിനേഷൻ, മന്ത്ലി എക്സാമിനേഷൻ ഈ പറയുന്ന സബ്ജക്റ്റുകളെ ബേസ് ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ എല്ലാ മാസവും മോക്ക് എക്സാമിനേഷൻ, അതായത് ഒരു PSC എക്സാം, നിങ്ങളെ പഠിപ്പിച്ചോ പഠിപ്പിക്കാത്തോ എല്ലാ ടോപ്പിക്കുകളും ചേർത്ത് ഒരു മോക്ക് PSC എക്സാം കൂടി കാണും. പിന്നെ അത് മാത്രമല്ല, നമ്മളൊരു പ്രത്യേക തരം ഒരു പാറ്റേൺ കൂടി ആലോചിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോ ഒരു സബ്ജക്ട് പഠിക്കുന്നത്, ഇപ്പൊ ഞാനിപ്പോ വെസ്റ്റ് ഗാർഡ് റൂളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. വെസ്റ്റ് ഗാർഡ് റൂളിനെ തന്നെ നമുക്ക് 5 രീതിയിൽ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിനെ മാറ്റാനായിട്ട് കഴിയും. ഒന്ന്, വളരെ ലളിതമായിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ, ലെവൽ 1. 2, കുറച്ചുകൂടി ടഫ്. 3, കുറച്ചുകൂടി ഹൈ. അത്തരത്തിൽ നമ്മളൊരു ഗെയിം കളിക്കുന്ന രീതിയിൽ പല പല ലെവലുകളിലേക്ക് പോകുമ്പോൾ ടഫ്നെസ് കൂടും. അപ്പൊ ഒരേ PSC തന്നെ, നമ്മൾ PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ആന്റികോയാഗുലന്റ് പോലെ സബ്ജക്ട് നമ്മൾ വിചാരിക്കും ആന്റികോയാഗുലന്റ് എളുപ്പമല്ലേ, ആന്റികോയാഗുലന്റിൽ നിന്നും എളുപ്പമുള്ള ചോദ്യമുണ്ട്, അങ്ങേ അറ്റം പാടായിട്ടുള്ള ചോദ്യമുണ്ട്. അങ്ങനെ ലെവൽ ബേസ് ആയിട്ട് എല്ലാ മാസവും അത്തരത്തിലൊരു ഒരു വെർഷൻ ഓഫ് MCQ വെർഷൻസ് കൂടി, പഴയ ക്വസ്റ്റ്യൻസും പുതിയ ക്വസ്റ്റ്യൻസും നിങ്ങളെ ഹാൻഡിൽ ചെയ്യിക്കുന്ന ഒരു പൾസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി ഉണ്ടായിരിക്കും. പൾസ് ഇങ്ങനെ കൂടി 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 വരും, ഫ്രം ലോവർ പൾസ് ടു ഹയർ പൾസ്. അങ്ങനെ ഒരു പ്രോഗ്രാം കൂടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ നിങ്ങളുടെ മാക്സിമം എൻഗേജ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. സോ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പ്ലാനുകളാണ് നമുക്കുള്ളത്. പ്ലാനുകൾ മാത്രമല്ല, പ്ലാനുകൾ പറയാൻ മാത്രമല്ല, അത് കൃത്യമായി പ്രാവർത്തികമാക്കുകയും ചെയ്യും എന്നുള്ള ഒരു ഉറപ്പാണ് എനിക്ക് തരാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നിലവില് ഈ മിനി വെബിനാർ സീരീസിലേക്ക് പോകാം. പക്ഷേ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾക്ക് ഇതിന്റെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റിയില്ലെങ്കിലോ, അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഒരു 2 or 3 minutes കൊണ്ട് നിങ്ങൾക്ക് MLT അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാൻ പോകുന്ന DHS ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയാ, വോയിസ് അൺമ്യൂട്ട് ചെയ്തിട്ടും ചോദിക്കാം. ഏതെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ബിക്കോസ് അബൌട്ട് MLT അക്കാഡമി ആൻഡ് വാട്ട് വി ആർ ഗോയിങ് ടു പ്രൊവൈഡ് യു, എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടോ? ഓർ ക്ലിയർ? എന്ത് ലിമിറ്റേഷൻ? PSC ഏജ് ലിമിറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. സോ പുതിയ ഒരു PSCയുടെ നിയമപ്രകാരം നമ്മുടെ ജനറൽ കാൻഡിഡേറ്റ്സിന്റെ മാക്സിമം പ്രായം 40 വയസ്സാണ്. ഇനി OBC കാറ്റഗറിയിലേക്ക്, ജനറൽ എന്ന് പറയുമ്പോൾ അറിയാലോ, അതിപ്പം എല്ലാ കാസ്റ്റും എനിക്ക് ഓർമ്മയില്ല, എന്നിരുന്നാലും നമ്മുടെ നായർ, ഫോർവേഡ് കാസ്റ്റുകൾ എന്ന് നിങ്ങളുടെ ബുക്കിനകത്ത് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ SSC ബുക്കിനകത്ത് ഉണ്ടെങ്കിൽ, ഫോർവേഡ് കാസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് 40 വയസ്സ് വരെയാണ് ഏജ്. അതേസമയം നിങ്ങൾ OBC കാറ്റഗറിയിലാണ് പെടുന്നതെന്നുണ്ടെങ്കിൽ +3 ആഡ് ചെയ്യുക. 40+3 മുസ്ലിംസ്, ഈഴവാസ്, അങ്ങനെയുള്ള ഏരിയ OBC കാറ്റഗറി ആണെങ്കിൽ +3, അതായത് നോൺ ക്രിമി ലെയർ ഏരിയ ആണെങ്കിൽ +3, 43. അതേസമയം നിങ്ങൾ SC/ST കാറ്റഗറിയിലാണ് പെടുന്നതെന്നുണ്ടെങ്കിൽ 40+5, 45 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാനായിട്ട് കഴിയും. ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചാൽ ഇനി പുതിയൊരു സർക്കാരല്ലേ വന്നത്, ഇത് മാറ്റും എന്നുള്ളത്. ഇല്ല, മാറ്റില്ല. കാരണം സർക്കാരിന്റെ പ്രൈമറി എയിം തന്നെ ഇത് ഹൈ ആയിട്ട് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പെൻഷൻ പ്രായം കൂട്ടുക എന്നുള്ളതാണ്. പെൻഷൻ പ്രായം കൂട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെൻഷൻ പ്രായം കൂട്ടുമ്പോൾ നിങ്ങൾക്ക് അവസരം നഷ്ടമാകില്ല എന്നുള്ളത്. അങ്ങനെ ചെയ്യാല്ല. 1985 ശേഷമുള്ളവർക്കായിരിക്കും ഈ പെൻഷൻ പ്രായം കൂട്ടുക. അത് നിങ്ങളെയൊന്നും ഒരു കാലത്തും ബാധിക്കാൻ പോകുന്നില്ല. കാരണം 1970 റിട്ടയർ ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. 85 റിട്ടയർ ആവുന്ന 85+56 എത്ര വരും? 30-35 ഒക്കെ 2035 കഴിയും എന്തായാലും. 31 കഴിയും എന്തായാലും. ഈ ഒരു അടുത്ത കാലത്തൊന്നും നടക്കുന്നു തോന്നുന്നില്ല. 31 41 കഴിയും. 2041 കഴിഞ്ഞിട്ടായിരിക്കും അന്ന് വരുന്ന PSC കാരെ അത് അഫക്റ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു രീതിക്ക് പോകുന്നുണ്ട്. അതിനൊരു മാറ്റം വരില്ല. സിലബസ് ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്തിട്ട് ബാക്കി റിവിഷൻ, അങ്ങനെയാണ് ക്ലാസ്. അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് ഫാസ്റ്റ് ആയിട്ട് കവർ ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എടുക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊക്കെ എടുക്കുന്ന ഒരു കൺസെപ്റ്റ്, നമ്മൾ പല ക്ലാസ്സുകളും അതിന്റെ മെറിറ്റ് അനുസരിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വാട്ടർ ഇൻ ലബോറട്ടറി വളരെ ഡയറക്റ്റ് ആയിട്ട് പറയുക, വളരെ ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതിനകത്ത് ഒന്നും നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാനില്ല. മേ ബി അതൊരു 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഉണ്ട്, ഒരു ക്ലാസ് മതി നമുക്കത് ക്ലിയർ ചെയ്യും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് മെറ്റബോളിസം ഉണ്ട്, ലൈക്ക് പോർഫയറിൻ മെറ്റബോളിസം, ഫാറ്റി ആസിഡ് മെറ്റബോളിസം, അമിനോ ആസിഡ് മെറ്റബോളിസം. ഞാൻ അത് 2.5 മണിക്കൂർ എടുക്കില്ല.
ഞാനത് സമയം എടുത്തേ എടുക്കത്തുള്ളൂ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എടുക്കുകയുള്ളൂ. കാരണം ഈസി ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഓരോ ഏരിയയിൽ നിന്നും കവർ ചെയ്ത് കൊണ്ട് നമുക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ഏകദേശം ഒരു 8 മാസമൊക്കെ എടുത്തിട്ട് സിലബസ് കവർ ചെയ്യും. അപ്പോഴൊന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന് നിങ്ങളുടെ എക്സാം ഒക്കെ വരുന്നതിനനുസരിച്ചിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു എടുത്ത് തീർക്കുന്നതിനുള്ളതിന് ഒരു മാറ്റം ഉണ്ടാവും. ചിലപ്പോൾ പെട്ടെന്നാണ് വരുന്നത്, പെട്ടെന്ന് കവർ ചെയ്യും. ബട്ട് എനിവേ പാടുള്ള സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുന്നത്, സമയം എടുത്ത് കവർ ചെയ്യുന്നത്. സച്ച് മോളിക്കുലാർ ബയോളജി, എൻസൈമോളജി, കൂടുതൽ മാർക്കുള്ള പാടുള്ള സബ്ജക്റ്റുകൾ. പിന്നെ എളുപ്പമുള്ള സബ്ജക്റ്റുകൾ നമ്മൾ അവസാനം മാറ്റി വെച്ചേക്കും, പെട്ടെന്ന് നമുക്ക് തീർക്കാനായിട്ട് കഴിയും. എന്നിട്ട് റിവിഷനിലേക്ക് പോകും. കാരണം സബ്ജക്റ്റ് വ്യക്തമായി മനസ്സിലാക്കാതെ റിവിഷനിലേക്ക് പോയിട്ട് യാതൊരു ഉപയോഗവും പുതിയ PSC ഓറിയന്റഡ് സിലബസിൽ യാതൊരു ഉപയോഗവും ഇല്ല. ഇത് മുൻകാലങ്ങളിലൊക്കെ പാസ്സായി ഇറങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ കയറിയിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ മതി. ഞങ്ങളുടെ ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾ അറിയാമായിരിക്കും, അവരോട് ചോദിച്ചാൽ മതി. സോ ദാറ്റ്സ്. DHSൽ ഒരുപാട് വേക്കൻസി വരും. മിനിമം സ്പീഡിൽ രണ്ട് ചോദ്യങ്ങൾ വന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം, പക്ഷെ അത് കുഴപ്പമില്ല. ഇതെല്ലാം തീർന്നിട്ട് എല്ലാം ക്ലിയർ ആയിട്ട് പോവാം. മാക്സിമം സ്പീഡിൽ റെക്കോർഡ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാൻ DHSൽ ഒരുപാട് വേക്കൻസി വരുന്നു. ആ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നു, നാളെ രാവിലെ അതായത് വൈകുന്നേരം 9 മണിക്കായിരിക്കും, സോറി 8 മണിക്കായിരിക്കും യൂഷ്വലി ക്ലാസ് തുടങ്ങുന്നത്. യൂഷ്വലി അത് ക്ലാസ് 10 മണി വരെ പോകും. അന്നേരം റെക്കോർഡ് ചെയ്യത്തില്ല. മിക്കവാറും പിറ്റേ ദിവസം രാവിലത്തോടു കൂടി നിങ്ങൾക്ക് ആ റെക്കോർഡ് ക്ലാസ് അപ്ലോഡ് ആവും. DHSൽ ഒരുപാട് വേക്കൻസി വരുമോ? ഇപ്പൊ ഇപ്പൊ പുതിയ സർക്കാർ വന്നപ്പോ തന്നെ അറൗണ്ട് 4 വേക്കൻസി വെച്ചിട്ട് ഇപ്പൊ ലാബ് ടെക്നീഷ്യൻ നിങ്ങൾ കണ്ടു കാണാം. ആർദ്രം എന്ന് പറയുന്ന ഒരു പദ്ധതി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതുകൊണ്ട് വേക്കൻസി ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അത് മാത്രമല്ല, ഇപ്പൊ പല ചീഫ് ലാബ് ടെക്നീഷ്യന്മാരുടെ എണ്ണം കൂട്ടാൻ പോകുന്നു. അപ്പൊ അത് പ്രൊമോഷൻ വഴി പോകും, അങ്ങനെ അങ്ങനെ വരും. പക്ഷെ അത് സെലക്ട് ചെയ്യുന്ന ജില്ലയും കൂടി ബേസ് ചെയ്തിട്ട് ഇരിക്കും. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് നിങ്ങൾ MLT അക്കാഡമിയിൽ കയറുകയാണെങ്കിൽ എങ്ങനെ ഒരു ജില്ല സെലക്ട് ചെയ്യണം, സ്വന്തം ജില്ല തന്നെ സെലക്ട് ചെയ്യണം. ഇപ്പൊ ഞാൻ വയനാടാണ്, ബട്ട് ഐ വിൽ നോട്ട് സെലക്ട് വയനാട്. വൈ? അതൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെ ഡിസ്ട്രിക്റ്റിലായിരിക്കും കൂടുതൽ വേക്കൻസി വരിക, കൂടുതൽ കോമ്പറ്റീഷൻ വരിക എന്നിങ്ങനെ. വീക്ക്ലി എത്ര ക്ലാസ്സസ് ഉണ്ടാവും? ആപ്പ് iOS-ലും ഓക്കെ ആപ്പിളിലും അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി ഇനീഷ്യലി നമ്മൾ നിങ്ങളെ കൊണ്ട് വീക്ക്ലി 10 ക്ലാസ് ഒന്നും ഉണ്ടാവത്തില്ല. വീക്ക്ലി ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, പത്തോളജി, പിന്നെ ഒരു എക്സ്ട്രാ ക്ലാസ് മേ ബി ഇതിനെ പറ്റിയുള്ള റിവിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ക്ലാസ്. മാക്സിമം ഒരു 4 ക്ലാസ് ഒക്കെ വീക്ക്ലി കാണുള്ളൂ. എല്ലാ ദിവസവും ക്ലാസ് കിട്ടിയാൽ റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർക്ക് അത് ഉപകാരപ്പെടുത്തില്ല, നിങ്ങൾക്കും അത് ഉപകാരം ഉണ്ടാവില്ല. കാരണം ക്ലാസ് കേൾക്കുക മാത്രമല്ല, അവിടെ റിവിഷനും വേണം അല്ലേ? നിങ്ങൾ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് അത് പഠിക്കണ്ടേ? അത് ഒരു ദിവസമെങ്കിലും വേണ്ട അതിട്ട് പഠിക്കാനായിട്ട്. അപ്പൊ അത് ആ ഒരു ടൈം ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു പഠിക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ നമുക്ക് ആ സമയത്ത് അതെങ്ങനെ പഠിക്കാം ഇതെല്ലാം പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. ആദ്യത്തെ ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആയിരിക്കും ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. അതിനകത്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളത് ഉൾപ്പെടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആപ്പ് iOS-ൽ അവൈലബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വി ആർ ഓൾ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഇപ്പൊ 31 വരെ നീറ്റിലേതെങ്കിൽ ഓഗസ്റ്റ് എന്ന് ഞാൻ കണ്ണുടച്ച് പറഞ്ഞിരുന്നത്. ബട്ട് ഈ വർഷം ഉണ്ടാവും, അത്ര എനിക്ക് ഉറപ്പുള്ളൂ. ഈ വർഷം ഉണ്ടാവും തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള സൂചനകൾ. അപ്പം വി ആർ ഡിസംബർ വരെ ചില ലിസ്റ്റുകൾ നീട്ടിയിട്ടുള്ളത് കൊണ്ട് മേ ബി ഡിസംബർ അടുപ്പിച്ചാവും കണ്ണൂർ പോലുള്ള സ്ഥലങ്ങൾ. അതിന് നിങ്ങളുടെയും കൂടി ഒരു ഇത് ഇമ്പോർട്ടൻസ് വേണം. കാരണം ലിസ്റ്റ് തീർന്നു ഉടനെ നോട്ടിഫിക്കേഷൻ വരണമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി പെട്ടെന്ന് വരും. ഓക്കെ. ബട്ട് എനിവേ എക്സാം നെക്സ്റ്റ് ഇയർ അവസാനം ഉണ്ടാവാനുള്ള ഹൈ പ്രോബിലിറ്റി ഉണ്ട്. കാരണം ആ ഒരു സമയത്തോടുകൂടി എല്ലാ നോട്ടിഫിക്കേഷൻ തീരും. കാരണം ഈ ട്രിവാൻഡ്രമാണ് പ്രശ്നം ഉണ്ടാക്കിയത്. കാരണം ബാക്കിയുള്ള ലിസ്റ്റ് എല്ലാം വന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് ട്രിവാൻഡ്രത്തിന്റെ ലിസ്റ്റ് വന്നത്. അല്ലെങ്കിൽ ഇപ്പൊ എല്ലായിടത്തും ഒരുമിച്ച് എക്സാം നടന്നിരുന്നു. സോ എനിവേ ഓക്കെ അല്ലേ? ഇനി ഒരു സംശയവും കൂടി വന്നിട്ടുണ്ട്. JLA DHS ക്ലാസ്സസ് ഒന്നിച്ച് വരുമോ? അതൊരു ചോദ്യമാണ്. JLAയുടെയും DHSന്റെയും ക്ലാസ്സുകൾ ഒരുമിച്ച് വരുമെന്ന്. ഒരിക്കലും MLT ക്ലാസ്സുകൾ ഒരുമിച്ച് വരില്ല. മാക്സിമം നമ്മൾ അതിനനുസരിച്ച് തന്നെ ക്ലാസ്സുകൾ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യും. ഓക്കെ ഓക്കെ അല്ലേ? കാരണം JLAക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മൈക്രോബയോളജി ഫിനിഷ് ആയി കഴിഞ്ഞു, ബയോകെമിസ്ട്രി അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയമില്ല. ആരോ സ്ക്രീനിൽ വരച്ചല്ലോ, എങ്ങനെ മാറ്റുന്നത്?
ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷൻസിലും മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷൻസിലും മറ്റുമൊക്കെ പഠിച്ചിട്ട് പിന്നെ നിങ്ങൾ ഒരുപക്ഷെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ മൊത്തം കാര്യങ്ങൾ എന്തൊക്കെയാണ് MLT അക്കാഡമിയുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ നമ്മൾ പറയും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വെബിനാറിലേക്ക് നമുക്ക് കടക്കാം. എ മിനി വെബിനാർ ഓൺ വെസ്റ്റ്ഗാർഡ് റൂൾസ് ഫോർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് LJ ചാർട്ട്. ഇത് വെറും ഒരു വെബിനാർ അല്ല. എങ്ങനെയാണോ PSC ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ LJ ചാർട്ട് പഠിക്കുന്നത്. എ PSC പോയിന്റ് ഓഫ് വ്യൂ, PSC എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കണം നമ്മൾ LJ ചാർട്ട് പഠിക്കുന്നത്, ആ ഒരു രീതിക്കാണ് പോകുന്നത്. നിങ്ങൾ കൂടെ നിൽക്കുക, കാരണം ചോദ്യങ്ങളും ഇതിന്റെ കൂടെ ഉണ്ടാകും. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക, അല്ലാതെ നമ്മൾ റേഡിയോ പോലെയോ മറ്റോ അല്ല, നിങ്ങളുടെ റെസ്പോൺസും വേണം. സോ ഹിയർ വി ഗോ. വെസ്റ്റ്ഗാർഡ് റൂൾസ് ഫോർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് LJ ചാർട്ട്. അപ്പൊ നമുക്ക് LJ ചാർട്ടിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചു. സോ LJ ചാർട്ട് അഥവാ ലെവി ജെന്നിംഗ് ചാർട്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ക്വാളിറ്റി കൺട്രോൾ ചാർട്ട് ഇൻ എ ലബോറട്ടറി. അതാണ് ലെവി ജെന്നിംഗ് ചാർട്ട് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ചാർട്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, വേറെ ചാർട്ട് ഉണ്ടോ? ഉണ്ട്, വേറെ പല ചാർട്ടുകളുമുണ്ട്. ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ കർവ് അതിലൊന്നാണ്. ഗോസിയൻ കർവ് മറ്റൊരു ചാർട്ടാണ്. കുസം ചാർട്ട്, ക്യുമുലേറ്റീവ് സം ചാർട്ട് മറ്റൊരു ചാർട്ടാണ്. അതുപോലെ വേറൊരു ചാർട്ടാണ് യോർഡൻ പ്ലോട്ട്. ഇത്തരത്തില് പല തരത്തിലുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. പക്ഷേ അതില് ഒരു ലബോറട്ടറി പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന ചാർട്ട്, QC അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട്, ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ട് ലെവി ജെന്നിംഗ് ചാർട്ട് അഥവാ LJ ചാർട്ട് ആയിരിക്കും. അപ്പോ എന്തിനാണ് നമ്മൾ ഈ ക്വാളിറ്റി കൺട്രോൾ ചാർട്ടുകൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തിനാണ് നമ്മൾ QC ചെയ്യുന്നത്? അത് രാവിലെ വന്ന് ചെയ്തിട്ട് ഇങ്ങനെ അക്രഡിറ്റേഷൻ കിട്ടാനായിട്ട്. ദാറ്റ്സ് എ പോയിന്റ്. അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യും QC. ബട്ട് ദി മെയിൻ പർപ്പസ് ഓഫ് ഇന്റേണൽ QC, നമ്മൾ എക്സ്റ്റേണൽ QC പറ്റി പറയുന്നില്ല. ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളിന്റെ മെയിൻ പർപ്പസ്, നമ്മൾ ആ സെറം വെച്ച് മെഷർ ചെയ്യുന്നതിന്റെ മെയിൻ പർപ്പസ് എററുകൾ ഡിറ്റക്ട് ചെയ്യുക, അനലറ്റിക്കൽ എററുകൾ ഡിറ്റക്ട് ചെയ്യുക. അപ്പൊ നമുക്കറിയാം ലബോറട്ടറിയിൽ 3 ഫേസുകളാണുള്ളത്. ബ്ലഡും മറ്റ് സാമ്പിളുകളും കളക്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന, സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ് പ്രീ അനലറ്റിക്കൽ പ്രോസസ്. ആ സാമ്പിളിനെ മെഷർ ചെയ്ത് പിപ്പറ്റ് ചെയ്ത് അതിന്റെ ഓഡിയൊക്കെ എടുക്കുന്ന മെഷർമെന്റ് ഫേസ് അഥവാ അനലറ്റിക്കൽ ഫേസ്. അവിടെ നമുക്ക് റിപ്പോർട്ട് അടക്കം കിട്ടും, അതായത് റിസൾട്ട് അടക്കം കിട്ടും. ഇനി ആ റിസൾട്ട് പ്രിന്റ് ചെയ്ത് ഇനി എന്തെങ്കിലും കാൽക്കുലേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുന്ന മൂന്നാമത്തെ ഫേസ്, ദാറ്റ് ഈസ് പോസ്റ്റ് അനലിറ്റിക്കൽ ഫേസ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി. അത്തരത്തില് ലബോറട്ടറി പ്രോസസ്സിനെ പ്രീ അനലിറ്റിക്കൽ, അനലിറ്റിക്കൽ, പോസ്റ്റ് അനലിറ്റിക്കൽ എന്നീ 3 ഏരിയകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ അനലിറ്റിക്കൽ ഏരിയയിലെ പ്രോബ്ലംസ് അഥവാ എററുകൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LJ ചാർട്ട് യൂസ് ചെയ്യുന്നത്. എററുകൾ 2 ടൈപ്പ്. മെയിൻലി സിസ്റ്റമാറ്റിക് എറർ ആൻഡ് സെക്കൻഡ് വൺ റാൻഡം എറർ. ഇത്തരത്തില് 2 ടൈപ്പ് എററുകളുണ്ട്. ഈ 2 എററും വളരെ കൃത്യമായി അനലൈസ് ചെയ്യാൻ കഴിയുന്ന മെത്തഡോളജിയാണ് LJ ചാർട്ട്. ആൻഡ് ലുക്ക് അറ്റ് ഹിയർ. LJ ചാർട്ടിന് നമ്മൾ ഏതൊരു ചാർട്ട് എടുത്തു കഴിഞ്ഞാലും X ആക്സിസും ഉണ്ട്, Y ആക്സിസും ഉണ്ട്. LJ ചാർട്ടിന്റെ Y ആക്സിസിലാണ് നമ്മൾ മീൻ വാല്യൂ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ പ്ലോട്ട് ചെയ്യുന്നത്. നമ്മൾ LJ ചാർട്ടിനെ പറ്റി പറയുമ്പോൾ അതിനെ പറ്റി പറയാം. അപ്പോ വാല്യൂസ് എല്ലാം പ്ലോട്ട് ചെയ്യുന്നത് ഈ Y ആക്സിസിലാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അവിടെ വരുന്നുണ്ട്, മീൻ വാല്യൂ അവിടെ വരുന്നുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻസ് 1ST 2ST ഒക്കെ Y ആക്സിസിലും. ഏത് സമയം, നമ്പർ ഓഫ് ഡേയ്സ് ഓർ ഒബ്സർവേഷൻ, 1ാമത്തെ ദിവസം, 2ാമത്തെ ദിവസം, നമ്പർ ഓഫ് ഡേയ്സ് ആണ് നമ്മൾ X ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. എങ്ങനെ ഒരു ചോദ്യം? നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം ചോദ്യം ചോദിക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, ഇനി LJ ചാർട്ടിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
മിനിമം 20 ഡേറ്റ പോയിന്റുകളെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി എൽ ജെ ചാർട്ട് പ്ലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഒരു എൽ ജെ ചാർട്ട് വരയ്ക്കണമെങ്കിൽ 1-2 ദിവസത്തെ വാല്യൂ പോരാ, മിനിമം 20 ഒബ്സർവേഷൻ എങ്കിലും വേണം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു എൽ ജെ ചാർട്ടിനെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെയാണ് പഠിച്ചത്? ഒന്ന്, ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ചാർട്ട് ടു അസസ് എറർ, സിസ്റ്റമാറ്റിക് ആൻഡ് റാൻഡം എറേഴ്സ് ഇൻ എ ലബോറട്ടറി ഈസ് എൽ ജെ ചാർട്ട്. എൽ ജെ ചാർട്ട് കൂടാതെ ഗോസിയൻ കർവ്, കുസും ചാർട്ട്, യോർഡൻ പ്ലോട്ട് എന്നിങ്ങനെ പല ചാർട്ടുകളും ക്വാളിറ്റി കൺട്രോൾ അനാലിസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ ഏറ്റവും കോമൺ എൽ ജെ ചാർട്ട്. അതിന്റെ വൈ ആക്സിസിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസും മീനും മറ്റ് പോയിന്റുകളും വാല്യൂ കോൺസെൻട്രേഷൻസും നമ്മൾ പ്ലോട്ട് ചെയ്യും. എക്സ് ആക്സിസിൽ ഡേയ്സ് ഓർ ടൈം ഓഫ് ഒബ്സർവേഷൻ ആയിരിക്കും എക്സ് ആക്സിൽ ഉണ്ടായിരിക്കുക. ദെൻ മിനിമം ഡേറ്റ പോയിന്റുകൾ, ഒരു എൽ ജെ ചാർട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം എത്ര ഡേറ്റ പോയിന്റുകൾ വേണം? 20 ഡേറ്റ പോയിന്റുകളെങ്കിലും 20 ഒബ്സർവേഷനുകളെങ്കിലും ഒരു എൽ ജെ ചാർട്ട് പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം വേണം. ഇനി അങ്ങനെ ഒബ്സർവേഷൻസ് നമ്മൾ പ്ലോട്ട് ചെയ്തു. പ്ലോട്ട് ചെയ്തിട്ട് ഇനി എറർ ഏതാണെന്ന് മനസ്സിലാക്കണം, എറർ ഉണ്ടോ എന്നറിയണം. അതിന് വേണ്ടിയിട്ട് വെസ്റ്റ്ഗാർഡ് റൂൾസ് നമ്മൾ യൂസ് ചെയ്യും. എൽ ജെ ചാർട്ടിന്റെ ഇന്റർപ്രിട്ടേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വെസ്റ്റ്ഗാർഡ് മൾട്ടി റൂൾ. ഏണസ്റ്റ് വെസ്റ്റ്ഗാർഡ് ആണ് ഇത് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് ഒരുപാട് റൂളുകൾ, ഏകദേശം 100-ൽ കൂടുതൽ റൂളുകളുണ്ട്. പക്ഷെ ആ 100 റൂളുകളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ലബോറട്ടറി വർക്കാവില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ വളരെ കുറച്ച് 6ഓളം റൂളുകൾ മാത്രമേ നമ്മൾ കോമൺലി എടുക്കാറുള്ളൂ. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഓർ ക്ലിയർ? Any doubts or clear? If you doubts, you can ask that doubt. If it is clear, you can type CLR. So here we go. വെസ്റ്റ്ഗാർഡ് റൂൾ. സോ ഏണസ്റ്റ് വെസ്റ്റ്ഗാർഡ് അല്ല, ജെയിംസ് വെസ്റ്റ്ഗാർഡ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. സോ വെസ്റ്റ്ഗാർഡ് റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു എൽ ജെ ചാർട്ട് കണ്ടിട്ട് എന്താണ് നിലവിലത്തെ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തെങ്കിലും എറർ ഉണ്ടോ, റാൻഡം എററുകളും സിസ്റ്റമാറ്റിക് എററുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഫ്രം എൽ ജെ ചാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെസ്റ്റ്ഗാർഡ് റൂൾ എന്ന് പറയുന്നത്. വെസ്റ്റ്ഗാർഡ് റൂളില് ഞാൻ പറഞ്ഞു ഒരുപാട് റൂളുകളുണ്ട്. എന്നിരുന്നാലും നമ്മുടെ ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആകെ 1 2s റൂൾ, 1 3s റൂൾ, 2 2s റൂൾ, 6 4s റൂൾ, 4 1s റൂൾ, 10 x bar റൂൾ എന്നിവയാണ്. സോ ഇത്തരത്തിലുള്ള എത്ര റൂൾ? 1 2 3 4 5 6 6 റൂളുകളാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ വാണിംഗ് റൂൾ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഓരോ റൂളും പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് പോകാം വെസ്റ്റ്ഗാർഡ് റൂൾസിലേക്ക്. സോ ഏറ്റവും ആദ്യത്തെ വെസ്റ്റ്ഗാർഡ് റൂളാണ് 1 2s റൂൾ. അപ്പോ എന്താണ് ഈ 1 2s എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ആദ്യം ഫ്രണ്ടിൽ നമ്മൾ എഴുതും 1. 1 മീൻസ് 1 ഒബ്സർവേഷൻ, അതായത് ഒരു ദിവസത്തെ വാല്യൂ. അടുത്തത് 2s. 2s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എലിവേറ്റ് ചെയ്തിരിക്കുന്നു. കൃത്യമായി മനസ്സിലാക്കാൻ ഈ പിക്ചറിലേക്ക് നോക്കുക. മീൻ വാല്യൂ, ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ദ ടാർഗറ്റ്. ഈ ടാർഗറ്റിൽ നിന്നും 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിന് മുകളിലേക്ക് വാല്യൂ പോയിരിക്കുന്നു. സോ അവർ വാല്യൂ ഏതെങ്കിലും ഒരു ഒറ്റ കൺട്രോൾ മെഷർമെന്റ്, ഏതെങ്കിലും ഒരു ദിവസത്തെ മെഷർമെന്റ്, QC മെഷർമെന്റ് മീൻ വാല്യൂ അല്ലെങ്കിൽ ടാർഗറ്റ് വാല്യൂവിൽ നിന്നും 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അത് പ്ലസിലായിരിക്കാം, മുകളിലായിരിക്കാം, അല്ലെങ്കിൽ മൈനസ്, പ്ലസ് ഓർ മൈനസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സീഡ് ചെയ്തു. അതിനെയാണ് 1 2s റൂൾ എന്ന് പറയുന്നത്. ഇനി ഒരു ഒറ്റ ശ്വാസത്തിൽ നമുക്ക് പറയാം 1 control observation exceed the mean by plus or minus 2st. അപ്പോ 1 2s റൂളില് 1 എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഓപ്ഷൻ എ
mean value, option B standard deviation, option C number of observation, option D none of the above. 1 2s വൺ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഓപ്ഷൻ സി നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഒരേ ഒരു വാല്യൂ മാത്രമേ പോകുന്നുള്ളൂ. അപ്പൊ എന്താണ് ഈ റൂളിന്റെ പ്രത്യേകത? ഈ റൂളിനെ നമ്മൾ പറയുന്നത് വാണിംഗ് റൂൾ എന്നാണ്. വാണിംഗ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ, കാരണം 2s ആണ് നമ്മുടെ ലിമിറ്റ്. 2sന് മുകളിലേക്ക് പോയാൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ്. പക്ഷെ ഒരു തവണ മാത്രമേ പോയിട്ടുള്ളൂ. ചിലപ്പോൾ അത് ആക്സിഡന്റൽ ആയിരിക്കാം, റാൻഡം എറർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് എററിന്റെ സ്റ്റാർട്ട് ആയിരിക്കാം. സോ എന്തോ ഒരു സൂചന നമ്മുടെ മെഷീൻ നമുക്ക് തരികയാണ്. നിങ്ങൾ സൂക്ഷിച്ചോ, ഉടനെ ഒരു പണി കിട്ടും. ദിസ് ഇസ് എ വാണിംഗ് ഫോർ യു, ഇറ്റ് ഇസ് എ വാണിംഗ് റൂൾ. അത്തരത്തിലൊരു വാണിംഗ് റൂൾ വരുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ഈ 1 2sനെ അക്സെപ്റ്റ് ചെയ്യാം, QC അക്സെപ്റ്റ് ചെയ്യാം. നമ്മൾ പുതിയ റീഏജന്റ് രണ്ടാമത് QC റൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒന്ന് നോക്കിക്കൊള്ളുക, റീഏജന്റ് എക്സ്പയറി ഒക്കെ ഓക്കെ ആണോ നോക്കുക, ഡിസ്റ്റിൽ വാട്ടർ ഓക്കെ ആണോ നോക്കുക, മെഷീന്റെ പിപ്പറ്റിംഗ് ഒക്കെ ഓക്കെ ആണോ നോക്കുക. ഓക്കെ, ബട്ട് ഇറ്റ് ഇസ് എ വാണിംഗ് റൂൾ. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഇത്രേ പഠിക്കുകയുള്ളൂ. പക്ഷേ when you go to the PSC എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ഒരു പോയിന്റ് കൂടി ബാക്കി നിൽക്കുന്നു. ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൾസ് അലാം. 1 2s റൂൾ ആണ് ഒരു ലബോറട്ടറി ക്യൂസിയിൽ ഏറ്റവും കൂടുതൽ ഫാൾസ് അലാം സൃഷ്ടിക്കുന്നത്. വാട്ട് ഈസ് ഫാൾസ് അലാം? അനാവശ്യമായിട്ടുള്ള ഒരു ഹസാഡസ് എഫക്ട്, അല്ലെ അനാവശ്യമായിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ. 1 2s എപ്പോ വേണമെങ്കിലും വരാം. അപ്പോ 1 2s വേണമെങ്കിൽ ഒരു ഫാൾസ് അലാം ആയിട്ടും വരാം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം, കാരണം ഇത് റിയലി ഒരു എറർ പോലും കാണത്തില്ല, രണ്ടാമത് നമ്മൾ QC ചെയ്യുമ്പോൾ ഓക്കെ ആയി മാറാം. പക്ഷെ പലപ്പോഴും നമ്മൾ 1 2s വരുമ്പോൾ തന്നെ നമ്മൾ 2sന് വെളിയിൽ പോയാൽ പ്രശ്നമായി എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കും, എന്തോ ഒരു പ്രശ്നം പറ്റി എന്ന് പറഞ്ഞ് നിൽക്കും. പക്ഷെ അതിന്റെ ആവശ്യമില്ലെന്നാണ് വെസ്റ്റ്ഗാർഡ് പറയുന്നത്. ബിക്കോസ് 1 2s typically a false alarm. So നേരിട്ട് ചോദിക്കാം, which of the following rule is considered as a false alarm? 1 3s, 1 2s, 4x, 1 4s, 10x bar. ഫാൾസ് അലാം എന്നറിയപ്പെടുന്ന റൂൾ ഏത്? നിങ്ങളുടെ ആൻസർ ഏതായിരിക്കും? Which Westergaard rule, also known as a false alarm rule? 1 2s, 2 2s, 1 3s, 4 1s. ആൻസർ 1 2s. രണ്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. If QC shows a 1 2s in Westergaard rule, then the run should be rejected. True or false? ഫാൾസ്. റിജക്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല. ഇറ്റ് ഇസ് എ ഫാൾസ് അലാം. യു ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. ബട്ട് നമ്മളൊന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെല്ലാം നോക്കണം. So that's all about 1 2s rule, a warning rule where a one control measurement exceed the mean by plus or minus 2st. Any doubts or clear? Any doubts or clear? It is clear. Moving on to the next part. And now we are jumping into again 1 3s. നമ്മൾ നേരത്തെ പറഞ്ഞു 1 3s means one observation exceed the mean by plus or minus 3st. മീൻ വാല്യൂ അല്ലെങ്കിൽ ടാർഗറ്റ് വാല്യൂവിൽ നിന്നും ഒന്നെങ്കിൽ +3st മുകളിലോ അല്ലെങ്കിൽ -3st താഴെയോ വാല്യൂ ജമ്പ് ചെയ്ത് പോകുന്നതിനെയാണ് 1 3s റൂൾ എന്ന് പറയുന്നത്. സോ വൺ കൺട്രോൾ മെഷർമെന്റ് എക്സീഡ് ദ മീൻ ബൈ plus or minus 3st. അതൊരു ചോദ്യമൊന്നുമല്ല, അത് ചോദിക്കാനും പോകുന്നില്ല. പക്ഷെ ഇതിന്റെ ചോദ്യം ഇതാണ്: ഇത്തരത്തിൽ ഒരു 1 3s വെസ്റ്റ്ഗാർഡിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്താൽ അത് ഏത് എററിനെ, നമ്മൾ ആദ്യമേ പറഞ്ഞു വെസ്റ്റ്ഗാർഡ് റൂളും LJ ചാർട്ടും എററുകൾ ഡിറ്റർമിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഏത് എററിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇസ് ഇറ്റ് എ റാൻഡം എറർ ഓർ സിസ്റ്റമാറ്റിക് എറർ? ഇറ്റ് ഈസ് എ റാൻഡം എറർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ടുണ്ടാകുന്ന വലിയ എററിനെയാണ്, ലാർജ് എററിനെയാണ് എന്തെന്ന് പറയുന്നത്? റാൻഡം എറർ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ ഒരു ദിവസത്തെ വാല്യൂ 100, രണ്ടാമത്തെ ദിവസത്തെ വാല്യൂ 150, നമ്മുടെ ടാർഗറ്റ് വാല്യൂ 100ഉം
കിട്ടിയ വാല്യൂ 150. ഇത് വലിയൊരു ഡീവിയേഷൻ അല്ലേ? വലിയൊരു മാറ്റമല്ലേ? ആണ്. സോ അത്തരത്തിലാണ് 1 3s എററുകൾ കാണപ്പെടുക. ടാർഗറ്റ് വാല്യൂ 100 ഒക്കെ ആയിരിക്കും, അതിന്റെ 3-4 ഇരട്ടി ആയിരിക്കും. സോറി, അതിന്റെ 3-4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പുറമായിരിക്കും നമുക്ക് കിട്ടുന്ന വാല്യൂ. സോ വൺ ഒബ്സർവേഷൻ എക്സീഡ് ദ മീൻ ബൈ +or -3st ആൻഡ് ദാറ്റ് ഇൻഡിക്കേറ്റ് റാൻഡം എറർ. റാൻഡം എററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രിസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. Imprecision. So it's an error of imprecision, or it is also known as random error. ഇനി റാൻഡം എററിന്റെ റീസൺസ് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. ഇനി അടുത്തൊരു ചോദ്യം, 1 3s വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ 1 2s വന്നു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, അത് വാണിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. 1 3s വന്നു കഴിഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ? യു ഹാസ് ടു റിജക്ട്. യു ഹാസ് ടു റിജക്ട് ദാറ്റ് QC റൺ. നമ്മൾ ഒന്നുകൂടി QC ചെയ്യണം, നമ്മൾ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്തൊക്കെ നോക്കണം. So you have to reject. It's a rejection rule. It's not a warning rule. It is a rejection rule. And ഈ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക, 1 2s മാത്രമാണ് ഒരു വാണിംഗ് റൂൾ. ബാക്കി എല്ലാ റൂളുകളും റിജക്ഷൻ റൂളുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ്സ് ആൾ അബൌട്ട് 1 3s. 1 3s means one observation exceed the control by +or-3st. It indicates a random error. It is an error of imprecision. So whenever you hear 1 3s, reject that run. Any doubt on 1 3s? നമ്മൾ വെസ്റ്റർഗാർഡ് റൂൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. പക്ഷേ QC രണ്ടിൽ വരുമ്പോൾ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. So any doubts or clear? Moving on to next term. 2 2s rule. This is പേര് തന്നെ കണ്ടോ, സിസ്റ്റമാറ്റിക് എറർ റൂളാണ്. ഇത് മാത്രമല്ല, മറ്റ് പല റൂളുകളും സിസ്റ്റമാറ്റിക് എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ 2 തുടർച്ചയായ ഒബ്സർവേഷൻ, ലുക്ക് അറ്റ് ദാറ്റ്. ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, 2 കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻ എക്സീഡ് ദ മീൻ ബൈ +or-2st. 2 ദിവസത്തെ തുടർച്ചയായിട്ട് വാല്യൂസ്, ഒന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അല്ല, ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഇവിടെ വരണം. So 2 consecutive control measurements exceed the mean by +or-2st. That is 2 2st. So it indicates systematic error. എന്താണ് സിസ്റ്റമാറ്റിക് എറർ? വളരെ പതുക്കെ സ്ലോ ആയിട്ട് ഉണ്ടാകുന്ന എററുകളാണ് സിസ്റ്റമാറ്റിക് എറർ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ട്രെൻഡ്. ഒരു ട്രെൻഡിനെയാണ് സിസ്റ്റമാറ്റിക് എറർ കാണിക്കുന്നത്. 2st 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 ഇങ്ങനെ ഒരു ട്രെൻഡ് ആയിട്ടായിരിക്കും പോകുന്നത്, ഒരു കളക്ഷൻ ആയിട്ടായിരിക്കും പോകുന്നത്. സോ ദിസ് ഇൻഡിക്കേറ്റ് എ ട്രെൻഡ് ഓർ മേ ബി ഓർ ബയാസ് എന്ന് കൂടി നമ്മൾ പറയും. So that's the most important thing regarding 2 2s rule. അപ്പൊ 2 2s rule indicates trend or systematic error where 2 consecutive control measurements exceed the means by +or-2st. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെയും ചോദ്യം വരാം, 2 2sdക്ക് കാരണമാകുന്നത് ഏതൊക്കെ കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ നമ്മൾ സിസ്റ്റമാറ്റിക് എററുകളെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആൻസർ കൊടുക്കുക. ഇപ്പൊ നിലവിൽ നമ്മൾ അണ്ടർ വെസ്റ്റർഗാർഡ് റൂൾ 3 കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. ഒന്ന്, 2 2s എന്താണ്? 2 തുടർച്ചയായ 2 കോൺസിക്യൂട്ടീവ് കൺട്രോൾ മെഷർമെന്റ്സ് എക്സീഡ് ദ മീൻ ബൈ +or-2st. 2, ഇത് ഏത് ടൈപ്പ് എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ദിസ് ഇൻഡിക്കേറ്റ് സിസ്റ്റമാറ്റിക് എറർ ഓർ ദിസ് ഇൻഡിക്കേറ്റ് എ ട്രെൻഡ് ഓർ എ ഡ്രിഫ്റ്റ്. 3, ഇതൊരു റിജക്ഷൻ റൂൾ ആണോ വാണിംഗ് റൂൾ ആണോ? അത് ഇനി പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പറഞ്ഞു 1 2s മാത്രമാണ് വാണിംഗ് റൂൾ, ബാക്കിയെല്ലാം റിജക്ഷൻ റൂൾ ആണ്. സോ ഇത്രയും നമ്മൾ പഠിക്കുന്നുള്ളൂ ഇന്ന്, ബിക്കോസ് ഇറ്റ്സ് എ മിനി വെബിനാർ. മീൻസ് ഇനിയുണ്ട് ബാക്കി. എനി ഡൗട്ട്സ് ഓർ ക്ലിയർ ഓൺ 2 2s? It's clear. Moving on.
ടു ദി നെക്സ്റ്റ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല, ക്വസ്റ്റ്യൻ അവസാനം ചോദിക്കും. ദാറ്റ് വിൽ ബി ദി ഈസിയർ. നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമയം പോകും. മാത്രമല്ല നമ്മളൊരു സ്ലൈഡ് തുറന്നിട്ടിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നോക്കി ആൻസർ പറയാൻ ഒരു കാരണം ഉണ്ടാവും. സോ നെക്സ്റ്റ് അഗെയിൻ ഫോർ വൺനെസ് റൂൾ. നമ്മൾ പറഞ്ഞു ഫോർ വൺനെസിന്റെ പടം കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഫോർ വൺനെസ് റൂൾ. 2s സിസ്റ്റമാറ്റിക് റൂളിനെ ഇൻഡിക്കേറ്റ് ചെയ്യും, ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. പക്ഷേ സ്ട്രോങ് ആയിട്ട് ഒരു ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഫോർ വൺനെസ് റൂൾ ആണ്. കാരണം തുടർച്ചയായിട്ട് 2 ദിവസം 2s വരുന്നു. നാളെ വേണമെങ്കിൽ താഴോട്ട് പോകാം, അപ്പൊ ട്രെൻഡ് മാറും. പക്ഷെ തുടർച്ചയായിട്ട് 4 ഒബ്സർവേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതും സ്ട്രോങ് ആയിട്ട് ഒരു ട്രെൻഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ഇതെല്ലാം സിസ്റ്റമാറ്റിക് എറർ തന്നെയാണ്. സോ വാട്ട് ഈസ് ഫോർ വൺനെസ് റൂൾ? നമ്മൾ ഒന്നുകൂടി എടുക്കുക. 4 ഒബ്സർവേഷൻ, 4 കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻ എക്സീഡ് ദ മീൻ ബൈ പ്ലസ് ഓർ മൈനസ് 1st. അപ്പൊ 2st മാറി, പ്ലസ് ഓർ മൈനസ് 1st എക്സീഡ് ചെയ്യുന്നു. ഇതാണ് 1st. 4 തുടർച്ചയായിട്ടുള്ള വാല്യൂസ് പ്ലസ് ഓർ മൈനസ് 1st എക്സീഡ് ചെയ്യുന്നു. ഈ എററൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് LJ ചാർട്ട് അനലൈസ് ചെയ്തില്ലേ കാണാനായിട്ട് കഴിയുകയുള്ളൂ. സോ ദിസ് ഓൾസോ ഇൻഡിക്കേറ്റ് എ സിസ്റ്റമാറ്റിക് എറർ. മേ ബി റിയേജന്റ് ഏജിങ് ആയിരിക്കാം, കാലിബ്രേഷൻ പ്രോബ്ലം ആയിരിക്കാം ഇതിന്റെയൊക്കെ റീസൺ ആയിട്ട് വരുന്നത്. യൂഷ്വലി സിസ്റ്റമാറ്റിക് എററിന്റെ റീസൺ തന്നെ അതാണ്. ഗ്രാജുവൽ ഡെറ്റ്യൂരിയേഷൻ ഓഫ് റിയേജന്റ്, കാലിബ്രേഷൻ പ്രോബ്ലം, ഇതൊക്കെയാണ് സിസ്റ്റമാറ്റിക് എറേഴ്സിൽ വരുന്നത്. നമ്മൾ എറർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിന്റെ ഒരു എട്ടക്കുള്ള സെക്ഷൻ മാത്രമാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് അഗൈൻ സമ്മറൈസിങ്. ഒന്ന്, വാട്ട് ഈസ് ഫോർ വൺനെസ് റൂൾ? ഫോർ വൺനെസ് റൂൾ മീൻസ് 4 കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻ exceed the mean by plus or minus 1st. Point number 2, ഏത് ടൈപ്പ് എറർ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഏത് ടൈപ്പ് എറർ ആണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഒരു അവസരം തന്നില്ലെന്ന് വേണ്ട, പെട്ടെന്ന് പറയാം. ഏത് ടൈപ്പ് എററിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫോർ വൺനെസ് റൂൾ സിസ്റ്റമാറ്റിക് എറർ. 3, റിജക്ഷൻ ആണോ അസെപ്ഷൻ ആണോ ഓർ വാണിംഗ് ആണോ? റിജക്ട് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ? There's a rejection rule. ഇത്രയും ഓർത്താണ്. So it also indicating a trend. So next, R4S rule. R, it is a range. അപ്പൊ ഇത്രയും നേരം 1 2 S എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് അവിടെ ഒരു ലെറ്റർ വരുന്നു, R. R4S rule. R indicate range. അതായത് 2 തുടർച്ചയായിട്ടുള്ള 2 കോൺസിക്യൂട്ടീവ് മെഷർമെന്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ റേഞ്ച് 4SD അല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ, 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ 4ന് മുകളിലാണെങ്കിൽ, അല്ലെങ്കിൽ 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മുകളിലാണെങ്കിൽ അതിനെ R4S എന്ന് പറയുന്നു. അതായത് ഒരു ദിവസത്തെ വാല്യൂ പ്ലസ് 2SD ഇൻക്രീസ് ചെയ്തു, കവിഞ്ഞു. തുടർച്ച നെക്സ്റ്റ് ഡേയിലെ വാല്യൂ മൈനസ് 2SD എക്സീഡ് ചെയ്ത് പോയി. അപ്പൊ നമ്മൾ ഇവയുടെ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ്. അപ്പൊ +2 മൈനസ് -2 എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ കിട്ടുക? +2 നിന്നും -2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? മൈനസും മൈനസും അകത്തേക്ക് പോയിട്ട് പ്ലസ് ആകും, പഴയ മാത്തമാറ്റിക്സ് റൂൾ. അപ്പൊ 2 + 2 4. ഞാൻ എഴുതിയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു ദിവസം +2SD മുകളിലേക്ക് പോയി, തൊട്ടടുത്ത ദിവസം -2SD വന്നു. അപ്പൊ നമ്മൾ അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ 4 അതിൽ കൂടുതലോ ആണെങ്കിൽ അതാണ് R4S. +2 മൈനസ് -2 ഇസ് ആക്ച്വലി 2 + 2, that is 4. ആ കാൽക്കുലേഷനിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി മറ്റൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ദിവസം -2SD ആയിരുന്നു, അടുത്ത ദിവസം +2SD ആയി. വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റേഞ്ച് ഷിഫ്റ്റ് ചെയ്യുക. അപ്പൊ അവരുടെ ഡിഫറൻസ് എടുക്കൂ. -2
-+2SD. അപ്പോ -4SD എന്നുള്ളൊരു ആൻസർ കിട്ടും. എഗെയിൻ 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എക്സീഡ് ചെയ്തു. അപ്പോ തുടർച്ചയായിട്ടുള്ള രണ്ട് ഒബ്സർവേഷനുകൾ തമ്മിലുള്ള ഡിഫറൻസ് 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? R4S എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. Now the question is, ഇത് റാൻഡം എറർ ആണോ സിസ്റ്റമാറ്റിക് എറർ ആണോ? ഇറ്റ് ഈസ് റാൻഡം എറർ. വൈ? വളരെ പെട്ടെന്ന് ഡ്രാസ്റ്റിക് ആയിട്ടുണ്ടാവുന്ന ഒരു മാറ്റമാണ്. +2SD ആയിട്ട് അടുത്ത ദിവസം +2SD തന്നെയാണെങ്കിൽ സിസ്റ്റമാറ്റിക്. ഒരു ദിവസം +2SD പെട്ടെന്ന് താഴെ വന്ന് -2SD ആവുകയാണ്. ഹ്യൂജ് ഡിഫറൻസ് ഇൻ എ സ്പാൻ ഓഫ് 1 ഡേ. ദാറ്റ് ഇൻഡിക്കേറ്റ് റാൻഡം എറർ. അപ്പൊ നിലവില് റാൻഡം എറർ വരുന്ന ഏതൊക്കെ റൂൾസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു? ഏതൊക്കെ റൂൾസ് ആണ് റാൻഡം എറർ സജസ്റ്റ് ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഏതൊക്കെ റൂൾസ് ആണ് റാൻഡം എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 1 2S അത് സിസ്റ്റമാറ്റിക്കും ആവാം റാൻഡവും ആകാം. നമുക്ക് 1 2S മാറ്റി നിർത്താം. അത് അങ്ങോട്ട് മാറ്റി പോട്ടെ. 1 2S മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, കാരണം 1 2S ഏത് വേണോ ആവാം, ഏതിന്റെ ഒരു സ്റ്റാർട്ടോ അല്ലെങ്കിൽ മെയിൻലി റാൻഡം എറർ തന്നെ പറയാം. 1 3Sഉം R4Sഉമാണ് നിലവിൽ നമ്മൾ പഠിച്ചതിൽ എന്ത് റൂൾസ്? റാൻഡം എററുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ. സോ അപ്പോ R4S സമ്മറൈസേഷൻ. അപ്പൊ നമുക്ക് ഒന്നും മനസ്സിലായില്ലെങ്കിൽ നമ്മൾ സാധാരണ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നതാണ്, നമുക്ക് ചിലപ്പോൾ എല്ലാം ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ സമ്മറിയിൽ സ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുക. സമ്മറി, കാരണം ആ സമ്മറിയിലെ പോയിന്റുകളാണ് ഇവയുടെ സത്ത് എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന സമ്മറൈസ് ചെയ്യുന്ന പോയിന്റുകൾ ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അത് റിവൈസ് ചെയ്യുമല്ലോ. നിങ്ങൾ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. എങ്കിൽ നിങ്ങൾ സക്സീഡ് ചെയ്തു എന്ന് ഞാൻ പറയും. അപ്പൊ സമ്മറൈസേഷൻ R4Sന്റെ. സോ ഹിയർ the range between or difference between two consecutive control exceed 4SD, it is R4S rule. R ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റേഞ്ചിനെയാണ്. 2, it indicates random error, large deviation. 3, ഇത് റിജക്ഷൻ ആണോ അക്സെപ്റ്റ് ചെയ്യണോ? നമ്മൾ പറഞ്ഞ ആദ്യമേ പറഞ്ഞു, ഇറ്റ്സ് എ റിജക്ഷൻ റൂൾ. ദാറ്റ്സ് ഇറ്റ്. ഈ 3 പോയിന്റുകളാണ് നമ്മൾ എപ്പോഴും മൈൻഡിൽ കൊണ്ടുവന്നേക്കേണ്ടത്. ഇനി ഇതിൽ നിന്നും വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി വരാം, കണക്കെന്ന് പറയും. അതായത് 2 തുടർച്ചയായിട്ട് ദിവസത്തെ ഒരു മീൻ വാല്യൂ നിങ്ങൾക്ക് തരും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് തരും. അങ്ങനെ ചോദിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് തരും, എന്നിട്ട് ഒരു ദിവസത്തെ വാല്യൂ തരും, രണ്ടാമത്തെ ദിവസത്തെ വാല്യൂ തരും, എന്നിട്ട് അത് എന്ത് എറർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ചോദിക്കാം. അപ്പൊ നമ്മൾ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റ് ചെയ്യണം. ഇത് ഏറ്റവും അവസാനം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ പറയുക സാർ കാൽക്കുലേഷൻ എന്ന് പറയുക. So now the last rule is 10x bar rule. വളരെ സിമ്പിൾ. തുടർച്ചയായിട്ടുള്ള 10 ഒബ്സർവേഷൻസ്, consecutive 10 observation exceed the mean by ±1SD എന്നുള്ളതായിരുന്നു പണ്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്നത് എങ്ങനെയാണ്? മീനിന്റെ ഒരു സൈഡിൽ മാത്രം, അത് +2SD ആവട്ടെ, +1SD ആവട്ടെ, 3SD ആവട്ടെ, മീനിന്റെ ഒരു സൈഡിൽ മാത്രം തുടർച്ചയായിട്ടുള്ള 10 വാല്യൂസ് കിടക്കുക. ദാറ്റ് ഇൻഡിക്കേറ്റ് എ സിസ്റ്റമാറ്റിക് എറർ. പക്ക ഷിഫ്റ്റ് അല്ലെങ്കിൽ ട്രെൻഡിനെയാണ് കാണിക്കുന്നത്. ഒരു LJ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വാല്യൂന്റെ ഇങ്ങനെ പോകണം, ECG പോലെ താഴോട്ടും മുകളിലോട്ടും പോകണം. എന്നാൽ ഒരു സൈഡിൽ മാത്രം, മീനിന്റെ ഒരു സൈഡിൽ മാത്രം 10 വാല്യൂസ് വരുന്നെങ്കിൽ, 10 കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻസ് lie on the one side of the mean, it is known as 10x bar റൂൾ അഥവാ മീൻ റൂൾ. ഇത് സിഗ്നിഫിക്കന്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് എറർ അല്ലെങ്കിൽ ഒരു ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. യൂഷ്വലി ലോഡ് ചേഞ്ച് ആയിരിക്കാം, കാലിബ്രേഷൻ പ്രോബ്ലം ആയിരിക്കാം. ഇതും റിജക്ഷൻ റൂളാണ്. അപ്പൊ ഇത്രയും റൂളുകളാണ് നമ്മൾ പഠിച്ചത്. ഇതുവരെ പഠിച്ചതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഓർ ക്ലിയർ? കാരണം ഇനിയാണ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചിട്ട് വേണം ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. എനി ഡൗട്ട്സ് ഓർ ക്ലിയർ? അപ്പൊ കുറച്ച് പേർക്ക് സംശയം ഉണ്ടാവും, കാരണം നമ്മൾ സിസ്റ്റമാറ്റിക് എററും റാൻഡം എററും കാര്യങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽഡ് ക്ലാസ്സസിൽ പഠിക്കും. അപ്പൊ 10x bar റൂൾ, തുടർച്ചയായ
10 ഒബ്സർവേഷൻസ്, 10 വാല്യൂസ് മീനിന്റെ ടാർഗറ്റ് വാല്യൂവിന്റെ ഒരു സൈഡിൽ മാത്രം നിൽക്കുക. അതിനാണ് ഈ ചാർട്ട്, ഈ പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആവുക. സോ ഇത് മീൻ വാല്യൂ. ഫോർ എക്സാമ്പിൾ എന്റെ മീൻ വാല്യൂ 100 ഈ -1st എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ന് താഴെയുള്ള വാല്യൂസ് ആയിരിക്കും ഈ ഇവിടെ വരിക, 100ന് മുകളിലുള്ള വാല്യൂസ് ആയിരിക്കും ഇങ്ങനെ വരിക. അപ്പൊ തുടർച്ചയായിട്ടുള്ള 10 വാല്യൂസ് 101, 110, 130, പിന്നെ 101, 100, 100 വരുന്നില്ല, എക്സീഡ് ചെയ്യണം, 120, 110, അങ്ങനെ ഒരു സൈഡിൽ മാത്രം, ഒരിക്കലും 100ന്റെ താഴെ വരാതെയോ മീനിൽ ടച്ച് ചെയ്യാതെയോ, മീനിനേക്കാൾ എക്സീഡ് ചെയ്യും, പക്ഷേ മീനിന്റെ ഒരു സൈഡിൽ മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെയാണ് 10x റൂൾ എന്ന് പറയുന്നത്. സോ അതെന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? തുടർച്ചയായിട്ടുള്ള ഒബ്സർവേഷൻസ് ഒരു സൈഡിൽ പോകുന്നത് നമ്മൾ കണ്ടു. 2s, 4 ഇവയെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഇതും സിസ്റ്റമാറ്റിക് എറർ ആണ്. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ ഉണ്ടാകുന്ന എററുകളാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ ടാർഗറ്റ് വാല്യൂ 100, നിങ്ങൾക്ക് തുടർച്ചയായി 10 ദിവസം 110 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നു. നിങ്ങൾ സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അതൊരു എറർ ആയിട്ട് ഡിറ്റക്ട് ചെയ്യുമോ? അതാണ് എന്റെ ചോദ്യം. തുടർച്ചയായിട്ട് 10 ദിവസം നിങ്ങൾക്ക് 110, 105 അങ്ങനെ വലിയ വാല്യൂ ഒന്നും കിട്ടാതെ ഈ 110, 105, 103, 100ന് മുകളിലാണ് എല്ലാ വാല്യൂസ്, പക്ഷെ ഞാൻ താഴെ പോകുന്നില്ല. തുടർച്ചയായി 10 ദിവസം കിട്ടും. നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുക അതൊരു എറർ ആണെന്നുള്ളത്. പെട്ടെന്ന് മനസ്സിലാക്കുക നിങ്ങൾ. കാരണം നമ്മൾ നോക്കുമ്പോൾ QC ഓക്കെ ആണ്, ബട്ട് QC ഓക്കെ ആയാൽ പോലും അതൊരു ഷിഫ്റ്റ് ആണ് കാണിക്കുന്നത്, സോറി, ഒരു ട്രെൻഡ് ആണ് കാണിക്കുന്നത്. തുടർച്ചയായ വാല്യൂസ് ഒരേ സൈഡിലേക്ക് മാത്രം കാണിക്കുന്നു. ദാറ്റ് മീൻസ് ഒരു ചായ്വ്, ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്കുള്ള ട്രെൻഡ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് എറർ. സോ ഇത്തരത്തിലുള്ള ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ റണ്ണ് റിജക്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായത് 9ാമത്തെ ദിവസം കഴിഞ്ഞ് 10ാമത്തെ ദിവസവും ഇത്തരത്തിലൊരു വാല്യൂ വരികയാണെങ്കിൽ യു ഹാവ് ടു റിജക്ട് ദി റൺ. കാലിബ്രേഷൻ നോക്കണം, അതായിരിക്കും യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത്. ലോട്ട് നോക്കണം. സോ ദാറ്റ്സ് ആൾ അബൌട്ട് 10x റൂൾ. The 10 consecutive observation exceed the mean but lie on the one side of the mean. ഒന്നുകിൽ പോസിറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡിൽ. ഇതൊരു സിസ്റ്റമാറ്റിക് എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇതൊരു റിജക്ഷൻ റൂൾ ആണ്. എനി ഡൗട്ട്സ് ഓൺ എവറിഥിങ് ദാറ്റ് വി സ്റ്റഡീഡ് ഇൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം? ഫോർ വൺനെസ് അത് നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു ടൈമിൽ പറയണം കേട്ടോ, റിപ്പീറ്റിന്റെ കേസ്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ again തുടർച്ചയായിട്ടുള്ള 4 വാല്യൂസ്, 4 കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷൻ, 1SD പ്ലസോ അല്ലെങ്കിൽ -1SDയോ കടക്കണം. ദാറ്റ് ഈസ് ഇവിടെ -1SDക്ക് പുറത്തായിട്ട് തുടർച്ചയായിട്ട് 4 വാല്യൂസ് വന്നിരിക്കുകയാണ്. ദാറ്റ് ഈസ് 4 എന്ന് പറയുന്ന റൂള്. ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴാണ് 10x റൂൾ ആവുന്നത്. So 4 consecutive observation exceed the mean by +1SD or -1SD. അതും ഒരു റിജക്ഷൻ റൂൾ ആണ്. അതും ട്രെൻഡിന്റെ സ്റ്റാർട്ടാണ്. സിസ്റ്റമാറ്റിക് എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം R4S rule indicate systematic error, random error, calibration error, reagent deterioration. എന്ത് എററിനെയാണ് R4S റൂൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റാൻഡം എറർ. അവിടെ വേറെ സംശയമൊന്നുമില്ല, റാൻഡം എറർ, സിസ്റ്റമാറ്റിക്. കാരണം അവിടെ അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ട് ഓപ്ഷൻ വന്നു കഴിഞ്ഞു. ഇനി സിമ്പിൾ ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, സിമ്പിൾ ക്വസ്റ്റിനെ, എ കൺട്രോൾ റിസൾട്ട് exceed mean by ±3SD. Which rule is violated? 2s, 3s, 1 R4s, 10x. Simple. 3s. ഇനി ഇത് നമ്മൾ സാധാരണ പഠിക്കാത്തൊരു കേസാണ്. Which of the following rule is more sensitive for detecting
റാൻഡം എറർ ഡിറ്റക്ട് ചെയ്യാനുള്ള ഏറ്റവും സെൻസിറ്റീവ് ടൂൾ ഏതാണ്? 13s, 12s, R4s, 22s. ഇറ്റ് ഇസ് നോട്ട് 13s. R4s ആണ് ഏറ്റവും, അത് നമ്മൾ പഠിച്ചിട്ടില്ല. R4s ആണ് ഏറ്റവും സെൻസിറ്റീവ് ഫോർ ഡിറ്റക്ടിങ് റാൻഡം എറർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. Mean value is 100. Mean value is 100. Standard deviation is 20. Observed value is 148. Then the error is 12s, 22s, 13s, R4s. ഏത് എററിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? Mean value is 100. Standard deviation is 20. And your observation is 148. Which error will it be? Yes. പേര് കൃത്യമായിട്ട് ജഫാർ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 12s ഇസ് ദി ആൻസർ. അപ്പൊ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20 ആണ് കുട്ടികളെ. അപ്പോ 2SD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നാണ്. അപ്പോ 2SD എത്രയായിരിക്കും? 2SD എത്രയായിരിക്കും? 2SD എത്രയായിരിക്കും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 20, അങ്ങനെയാണെങ്കിൽ 2SD എത്രയായിരിക്കും? 2 ഇൻറ്റു SD, 2 ഇൻറ്റു 20, 40. ഇനി എങ്ങനെയാണ് അത് മീൻ വാല്യൂവിനോട് ചേർത്ത് വായിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ 2SD മീൻ വാല്യൂവിനോട് ചേർക്കുമ്പോഴാണ് നമ്മുടെ വാല്യൂ കിട്ടുന്നത്. അതായത് മീൻ വാല്യൂ പ്ലസ് 2SD ആണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അപ്പൊ 2SDയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 140 ആണ്. സോ മീൻ വാല്യൂ പ്ലസ് 2 ഇൻറ്റു SD ആണ് യഥാർത്ഥത്തിൽ 2SDയുടെ കോൺസെൻട്രേഷൻ 140. ഇവിടെ കിട്ടിയിരിക്കുന്ന വാല്യൂ 148 ആണ്. അപ്പോ 2SDക്ക് വെളിയിലേക്കല്ലേ പോയുള്ളൂ? 2SDക്ക് വെളിയിലേക്കല്ലേ പോയുള്ളൂ? അതിലേക്ക് മുകളിലേക്ക് പോയോ? 3SD ആണെങ്കിൽ 160 മുകളിലേക്ക് പോകണമായിരുന്നു. അപ്പൊ ഒരു ഒബ്സർവേഷൻ പ്ലസ് ഓർ മൈനസ് 2SDക്ക് വെളിയിലേക്ക് പോയി. ദാറ്റ് ഇസ് 1-2S റൂൾ ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ? എനി ഡൗട്ട്സ് ഓർ ക്ലിയർ ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഏരിയ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, അതൊന്നുകൂടി നമുക്കൊന്ന് പറയാം. സിമ്പിൾ ആയിട്ട് പറയാം. നമുക്കൊരു ഇവിടെ പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വെസ്റ്റ്ഗാർഡ് റൂൾ അല്ലെങ്കിൽ LJ ചാർട്ട് വരയ്ക്കുമ്പോൾ ഒരു മീൻ വാല്യൂ ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് 1SD 2SD എന്നൊക്കെ പ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ മീൻ വാല്യൂ 100ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് 20 നേരത്തെ എടുത്ത് 10 എടുക്കാം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10ഉം ആണെങ്കിൽ മീൻ വാല്യൂ 100 ഇവിടെ പ്ലോട്ട് ചെയ്യും. എന്നിട്ട് 10 അല്ല ഇവിടെ പ്ലോട്ട് ചെയ്യുന്നത്, 100 പ്ലസ് 1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതാണ് 1SDയുടെ വാല്യൂ. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വാല്യൂ 100 പ്ലസ് 1 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഇസ് 10. 110 ആണ് നമ്മുടെ 1SD എന്ന് പറയുന്നത്. അപ്പോ ചോദ്യം ചോദിച്ച ആൾക്ക് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും 2SDയുടെ കോൺസെൻട്രേഷൻ എത്രയായിരിക്കും? 2SDയുടെ വാല്യൂ എത്രയായിരിക്കും? 2SDയുടെ വാല്യൂ എത്രയായിരിക്കും? 1SDയുടെ വാല്യൂ 110, 2SDയുടെ വാല്യൂ എത്രയായിരിക്കും? 20 അല്ല, 2SD 20 ആണ്. പക്ഷെ 2SDയുടെ വാല്യൂ എന്ന് പറയുന്നത് അത് മീനുമായിട്ട് ചേർക്കണം. 100 പ്ലസ് 2 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ദാറ്റ് ഈസ് 120. 3SD എന്ന് പറയുമ്പോൾ 100 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതായത് നമുക്കൊരു സിമ്പിൾ ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ഒരു LJ ചാർട്ടിൽ നമ്മൾ 2SD 3SD ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീൻ വാല്യൂ പ്ലസ് എത്രയാണോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 1 or 2 or 3. ദാറ്റ് ഈസ് 1SD ആണെങ്കിൽ 1, 2SD ആണെങ്കിൽ 2 ഇട്ടങ്ങ് പോവുക. അങ്ങനെയാണ് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ
ഈ ഒരു കേസിൽ മീൻ വാല്യൂ 100, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10. എനിക്ക് കിട്ടിയ വാല്യൂ 150. ഇത് ഏത് റൂളിനെ ആയിരിക്കും വയലേറ്റ് ചെയ്തിട്ടുണ്ടാവുക? നമ്മൾ പഠിച്ചതിൽ ഏത് റൂളിന് ഒരു ദിവസത്തെ വാല്യൂ 150 ആണ് കിട്ടിയത്? ഏത് റൂളിനെ ആയിരിക്കും അത് റിജക്ട് ചെയ്തിട്ടുണ്ടാവുക? 110 ആണെങ്കിൽ 1ST, 120 ആണെങ്കിൽ 2ST, 130 ആണെങ്കിൽ 3ST. 3ST എക്സീഡ് ചെയ്തു, ഇറ്റ് ഈസ് എ 1-3S റൂൾ. അപ്പൊ ഇവിടെ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമ്മൾ നേരിട്ട് എൽ ജെ ചാർട്ടിലേക്കാണ്, സോറി, വെസ്റ്റ് ഗാർഡിലേക്കാണ് പോയത്. എൽ ജെ ചാർട്ടിന്റെ എക്സ്പ്ലനേഷൻസും നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം, വാണിംഗ് റൂൾ ഇൻ എൽ ജെ ചാർട്ട്. വാണിംഗ് റൂൾ ഇൻ എൽ ജെ ചാർട്ട് 1-2ST. 1-2ST. Next, all the following indicate random error except 1-2S, 1-3S, R4S, 4-1S. ഇതിൽ ഏതാണ് റാൻഡം എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യാത്തത്? 4-1S. അപ്പൊ ഞാൻ പറഞ്ഞു 1-2S ഏത് എററിനെ വേണമെങ്കിലും ഇൻഡിക്കേറ്റ് ചെയ്യാം. 4-1S സിസ്റ്റമാറ്റിക് എററിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. സോ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് ഓക്കെ അല്ലേ? ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാക്കാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വെസ്റ്റ് ഗാർഡ് റൂളിലേക്കാണ് പോയത്. അതുകൊണ്ടുള്ള ചെറിയ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം, നമുക്ക് കാലക്രമേണ മാറ്റിയെടുക്കാം. സോ എനി ഡൗട്ട്സ് ഓർ ക്ലിയർ? സത്യസന്ധമായിട്ട് പറയുക, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറയാം, കാരണം അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്ക് വരുത്തണമല്ലോ. കുറച്ച് സ്പീഡി ആയിരിക്കും, കാരണം നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർ. അപ്പൊ ഇനി നാളെ നമുക്കൊരു വെബിനാർ ഉണ്ട്. നാളത്തെ വെബിനാർ പാരസൈറ്റോളജി ആണ്. ഞാനല്ല, പാരസൈറ്റോളജി അല്ലെങ്കിൽ മൈക്രോബയോളജി ഫാക്കൾട്ടി ആയിരിക്കും എടുക്കുന്നത്. നാളത്തെ ക്ലാസ് ഈസ് ഓൺ മലേറിയൽ ലൈഫ് സൈക്കിൾ. അതില് PSC ഓറിയന്റഡ്, എല്ലാം PSC ഓറിയന്റഡ്. നിങ്ങൾ എല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലെ? നിങ്ങളെല്ലാം PSC MLT, DMLT, MSc MLT എല്ലാം കഴിഞ്ഞവർ പലരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചിട്ടുണ്ടാവും ഏതെങ്കിലും ഒക്കെ കാലഘട്ടത്തിൽ. അതിൽ PSC ഓറിയന്റഡ് ആയി പുതിയ കാലഘട്ടത്തിന്റെ അനുസരിച്ച് ഇവ എങ്ങനെ പഠിക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ ഈ വെബിനാറുകളിലൂടെ നോക്കുന്നത്. അല്ലാതെ ഈ സബ്ജക്ട് ഒന്നുകൂടി നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾ ഒരു 5 മാർക്കിനും 3 മാർക്കിനും എസ്സേ എഴുതാനല്ല ഞങ്ങൾ പഠിപ്പിക്കുന്നത്. എസെൻസ്, ഞാൻ പറഞ്ഞല്ലോ, ആ എസെൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, ഇനി മറ്റൊരു വെബിനാറിൽ നമുക്ക് കാണാം. അതുവരേക്കും ഗുഡ് ബൈ. സോ ദാറ്റ്സ് ആൾ അബൌട്ട് ടുഡേസ് ക്ലാസ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റോഡ് ടു DHS എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പിൽ ഇടുക, പറയുക. താല്പര്യമുള്ളവരെല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് നല്ല രീതിക്ക് തന്നെ ആഘോഷമാക്കാം പഠനം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ആ ഒരു രീതിക്ക് നമുക്ക് പോവാം. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത DHSൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവട്ടെ, ചേർന്നാലും ചേർന്നില്ലെങ്കിലും. ഓക്കെ.